എറണാകുളമാണ്. ഇന്ന് ഞങ്ങള് ഈവനിങ് ആയപ്പോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതെ, ഇവിടെ എറണാകുളത്ത് ഒരു കണ്ടെയ്നർ റോഡ് ഉണ്ട്, ചക്കിയാത്ത് ലൈൻ. ഒരു മറൈൻ ഡ്രൈവിന്റെ വേറൊരു വേർഷനാണ്. അതായത് ഞങ്ങളുടെ മലപ്പുറത്ത് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നൊരു സ്പോട്ട് ഉണ്ട്, കർമ്മ റോഡ്. അതുപോലത്തെ വേറൊരു സ്ഥലം കായലിന്റെ അടുത്ത് തന്നെയുള്ള നല്ലൊരു ഏരിയ ആണ്. കുറച്ചും കൂടി ടൗൺ ആയതുകൊണ്ടിട്ട് അതിൻ്റെതായ കുറെ നല്ല ബിൽഡിങ്ങും വലിയ വലിയ ഒരു ദുബായ് മോഡലൊക്കെ, ഒരു മിനി ദുബായ് എന്നൊക്കെ ഞങ്ങൾ പറയും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പക്ഷെ അടിപൊളിയാണ്. വൈകുന്നേരമായ നല്ല തിരക്കാണ്. അപ്പോ നീസുമായിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അതെ അതെ, അന്ന് നൈറ്റ് മഴയായിരുന്നു. കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തോളൂ. അപ്പോൾ ഞങ്ങള് ഈവനിങ് ആയിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട്. ഹലോ, എവിടെ എവിടെ? ഹായ് റിഹ. ഹായ്. ഇത്തയുടെ കുട്ടികളാട്ടോ. അപ്പൊ ഞങ്ങൾ അവരെയും പിടിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഇതിപ്പോ നമ്മൾ ഇടപ്പള്ളിന്ന് കണ്ടെയ്നർ റോഡ് കയറുന്ന വഴിയാണ്. അതായത് ഈ ചക്കിയാത്ത് മറൈൻ ഡ്രൈവിൽ പോകുന്ന വഴിയാട്ടോ. ഈ റോഡ് നല്ല അടിപൊളി റോഡാണ് കേട്ടോ. ഇങ്ങനെ സൈഡിൽ കായലും ഈ ചീനവലയൊക്കെ ഉണ്ടല്ലോ, കണ്ടോ? ചീനവല കാണാം. നല്ല രസമാണ്. റോഡ് സൈഡൊക്കെ തന്നെ കുറെ പേര് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ എന്താ പറയാ കാറ്റുകൊള്ളാനൊക്കെ നിൽക്കും. ഈ കാണുന്നതാണ് പൊന്നാരിമംഗലം ടോളാണ്. വലിയ ടോളാണ് കേട്ടോ. സോ അപ്പൊ ഇതൊക്കെയാണ് പോകുന്ന വഴിയുള്ള കാഴ്ചകൾ. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റൂട്ടിൽ കൂടെയാണ് കേട്ടോ. എൻ്റെ ബ്രദർ ഷഹീർ ആയിരുന്നു അന്ന് എൻ്റെ ട്രാവൽ പാർട്ട്ണർ. അവനാണ് എന്നെ ശരിക്കും ഡ്രൈവിംഗ് പഠിപ്പിച്ചു തന്നേക്കുന്നത്. അപ്പോ ഞാനും ആശയും ഷഹീറും ആയിരുന്നു. അപ്പൊ ഈ റോട്ടിൽ കൂടെ ആയിരുന്നു സ്ഥിരം പോയിക്കൊണ്ടിരുന്നത് പഠിക്കാൻ. അപ്പതാ ഞാൻ പറഞ്ഞ സ്ഥലം എന്തായിക്കൊണ്ടിരിക്കണം. മിനി ദുബായ് ഉദ്ദേശിച്ചത് അവിടുത്തെ ബിൽഡിങ്ങുകളാണ് ഞാൻ ഇവിടെ കമ്പയർ ചെയ്തത്. കണ്ടോ, ഇവിടെ ഒക്കെ ഫ്ലാറ്റ് ആട്ടോ. കുറെ സെലിബ്രിറ്റീസ് താമസിക്കുന്ന ഫ്ലാറ്റ് ആണ്. ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ആണ് ആക്ച്വലി ഇതാ കായല് കാണുന്നുണ്ടോ അറിയില്ല. പിന്നെ ഇവിടെ വാക്ക്വേ ഉണ്ട്, ഓപ്പൺ ജിം ഉണ്ട്. ഇവിടെ കുറേ എന്താ പറയാ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. തിരക്കായി വരുന്നേ ഉള്ളൂ. നല്ല കാറ്റാണ്. ഇവിടെ വണ്ടി സൈഡ് എവിടെയെങ്കിലും ആക്കിയിട്ട് നമുക്ക് നടക്കാം അല്ലേ. പിന്നെ റൈറ്റ് സൈഡ് ഒക്കെ കുറേ ഇങ്ങനെ ഫുഡ് സ്ട്രീറ്റ് പോലെ ഇങ്ങനെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഞങ്ങള് വണ്ടി ഒന്ന് സൈഡ് ആക്കട്ടെ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് റയാൻഡ ബിൽഡിങ്ങിന്റെ എത്ര നിലയുണ്ടെന്ന് എണ്ണിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതുപോലത്തെ കുറേ ബിൽഡിങ്ങുകളുണ്ട്. എന്താ പറയാ കായലിന്റെ അടുത്ത് തന്നെയാണ്. നല്ല രസമായിരിക്കും അവിടെ താമസിച്ചാലൊക്കെ. അപ്പൊ ഈ ഒരു ബിൽഡിംഗ് അപ്പിയറൻസ് കണ്ടിട്ടാണോ ഞങ്ങൾ മിനി ദുബായ് എന്നൊക്കെ പറയുന്നത്. ഇപ്പത്തെ സൈഡ് കായലും കാറ്റും കൊണ്ട് സുഖമായിട്ട് എൻജോയ് ചെയ്യാം. അപ്പൊ ഞാനും നീസും റീൽ എടുക്കാനുള്ള പുറപ്പാടില് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പതിയെ നടക്കുകയാണ്. റിഹയാണ് ഞങ്ങളുടെ വീഡിയോഗ്രാഫർ. റയാൻ അവിടെ കൂടി കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ റിഹാനോട് നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ പറയാണ്. നമ്മളിങ്ങനെ കാൻഡിഡായിട്ട് കുറച്ച് ക്യാപ്ചർ ചെയ്യാനൊക്കെ പറയാണ്. അതാ കായലൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് നിൽക്കുകയാണ്. നീസുവിനായിട്ട് ഞാൻ ലാസ്റ്റ് ഇയർ വരുമ്പോ ആക്ച്വലി അന്ന് ഈവനിങ് നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്നും നല്ല മഴക്കാറും കാറ്റൊക്കെ ഉണ്ട്. മിക്കവാറും ഇവിടുന്ന് വേഗം പോകേണ്ടി വരും എന്നാ തോന്നുന്നത്. അപ്പൊ ഇത് ഇത്താന്റെ മക്കളാട്ടോ, റിഹ, റയ്യാൻ. അപ്പൊ ഇവരാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോഗ്രാഫേഴ്സ്, ക്യാമറമാൻ. ഈ വാക്ക്വേയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഫുഡ് സ്ട്രീറ്റ് കേട്ടോ. ഇതൊക്കെ പുതിയതായിട്ട് വന്നേക്കുന്നതാണ്. ലാസ്റ്റ് ഇയർ ഒന്നും ഇത് ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല മഴ വരുന്നുണ്ട്. നല്ല കാറ്റാണ് കേട്ടോ. ഞങ്ങളെപ്പോ വന്നു കഴിഞ്ഞാൽ ഇവിടെ മഴയായിരിക്കും. ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സ്പോട്ടാണ് ഇത്. നല്ല രസമാണ്. ഇവിടെ നല്ല കാറ്റാണ്. ഇതാ എല്ലാവരും നടന്ന് ക്ഷീണിച്ചിട്ട് അവിടെ ഇരിക്കുക കേട്ടോ. ഇങ്ങനെ വാക്ക്വേയാണ്. ഇവിടെ നടക്കാൻ നല്ല രസമാണ്. നല്ല കാറ്റാണ്. ഓപ്പോസിറ്റ് സൈഡ് കായലാണ്. അപ്പൊ ഗൈസ്, മഴ വരുന്നോണ്ടിട്ട് നമ്മൾ വേഗം പോവാണ്. വണ്ടി അങ്ങനെ അറ്റത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ഫുഡ് വ്ലോഗ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.